ഇന്ന് ധന്യമീ ജീവിതത്തിൽ പറയുന്ന വിഷയം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചത് എന്നാണ്. ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഉള്ളതിൽ വെച്ച് നല്ല ഡ്രസ്സ് നമ്മൾ ധരിച്ചു, നല്ല ഷർട്ട് ധരിച്ചു, പ്രധാനപ്പെട്ട ചടങ്ങാണ്. കയ്യിലെ ബാഗിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഒരാളുടെ കാശുമൊക്കെ എടുത്തു വെച്ചു. പക്ഷേ അവിടെ ചെന്നാൽ പുറത്തെടുക്കുന്നത് ഒളിപ്പിച്ചു വെച്ച സാധനങ്ങളാണെങ്കിലോ, ഒളിപ്പിച്ചു വെച്ച സാധനം ഒളിപ്പിച്ചു വെക്കേണ്ടതിന് പകരം അത് പുറത്തെടുക്കുന്നത് പോലെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചത് നാം പുറത്തെടുത്തുകൊണ്ടിരിക്കണം. വൈകുന്നേരം വരെ നമ്മുടെ ജീവിതത്തിൽ പലർക്കും അത് സംഭവിക്കുന്നു. ഇതൊക്കെ ആളുകൾ കേൾക്കുന്നു. നമ്മൾ ഒളിപ്പിച്ചു വെച്ച കാര്യം മുഴുവൻ ബാക്കിയുള്ളവരെ അറിയുകയും ചെയ്യുന്നു. ഒളിപ്പിച്ചു വെച്ച കാര്യമുണ്ട് മനസ്സിൽ, ഞാൻ ആരോടും പറയില്ല. അപ്പൊ ചെന്നു പോയത് ഓട്ടോറിക്ഷയിലാണ്. ഗോപാലൻകുട്ടിയെ കണ്ടു. അപ്പൊ ഗോപാലൻകുട്ടിയുടെ വീട്ടിൽ 3-4 ആളുണ്ട്. അപ്പൊ എങ്ങനെയാ വന്ന് ഓട്ടോയിൽ വന്ന് ഇറങ്ങണ ഇവര് കണ്ടു. അപ്പൊ ഉടനെ മറുപടി, ഓട്ടോയിലെന്ന് പറഞ്ഞാൽ മോശമാണ്. ഓട്ടോയിൽ വന്ന് ഇവര് കാണില്ലാത്തിട്ടാണ് ഓട്ടോയിൽ വന്നത്. മഴയത്ത് വണ്ടി എടുക്കണ്ടെന്ന് വിചാരിച്ചു. ഓട്ടോയിലല്ല, മഴയത്ത് വണ്ടി എടുക്കണ്ടെന്ന് വിചാരിച്ചു. എന്തിനാപ്പാ വരി പറഞ്ഞത്? ഇയാൾക്ക് വണ്ടിയൊക്കെ ഉണ്ടെന്നുള്ളത് ബാക്കിയുള്ളവർ അറിയാണ്. ഇയാൾക്ക് വണ്ടിയുള്ള വിവരം അറിയാത്തതുകൊണ്ട് അല്ല. ആഹാ, ഈ ഷർട്ടേ കിട്ടിയുള്ളൂ, ഇന്നിപ്പോൾ ഈ ഷർട്ട് മതി വിചാരിച്ചു. അലമാറയിൽ 75 ഷർട്ടുണ്ട്, ഇന്നിപ്പോൾ ഇത് മതി. ഒളിപ്പിച്ചു വെച്ച അപകർഷതാബോധം പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിലേ ലൈറ്റ് ഇല്ല, ലൈറ്റ് ഇട്. അല്ലെങ്കിലേ ഞാൻ കറുത്തിട്ടാ, നീ ലൈറ്റും കൂടി ഇല്ലെങ്കിലോ. അല്ലെങ്കിലേ ഞാൻ കറുത്തിട്ടാൻ്റെ വരി അവിടെ ആവശ്യമേ ഇല്ല. അയാൾക്കൊരു വിചാരമുണ്ട്, അയാൾ കറുത്തിട്ടായതുകൊണ്ട് പലരും അവഗണിക്കണം. അല്ലാത്ത എന്താ അതിന് പറയുക? ഇന്നത് ഞാൻ വേണ്ട അച്ചു. ഇത് പലപ്പോഴും പറയുന്നത് അതേക്കുറിച്ച് തന്നെയാണ് ഇയാളുടെ ചിന്ത. മകളെ ആര് കല്യാണം കഴിച്ചു? അപ്പോൾ നാട്ടുമ്പുറത്തുള്ള പ്രധാനപ്പെട്ട വലിയ തൊഴിലൊന്നും ഇല്ലാത്തവൻ കല്യാണം കഴിച്ചു. എന്താ അയാൾക്ക് പണി? അപ്പൊ സാധാരണഗതിയിൽ ഗ്ലാമർ കുറഞ്ഞ പണിയാണെങ്കിൽ ഒരു വരി കൂടി വരും. ഗൾഫുകാർ വേണ്ടെന്ന് ഞാൻ ആദ്യം വെച്ചിരുന്നു. ആകെ ഒരു മകളേ ഉള്ളൂ, ഗൾഫിലേക്ക് അയക്കുന്നില്ല എന്ന് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു. ആരെങ്കിലും അത് ചോദിച്ചോ? ആരും അത് ചോദിച്ചിട്ടില്ല. ഇങ്ങനെ നോക്കിയാൽ ഇവരുടെ ഉള്ളിലിരിപ്പ് ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഫോട്ടോ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ എടുക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഫോട്ടോ എടുക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞു? പ്രശസ്തിയുടെ ഭാഗത്തേക്കൊന്നും ഞാനില്ല. പ്രശസ്തി എനിക്കിഷ്ടമല്ല. ഇദ്ദേഹം പ്രശസ്തി ഇഷ്ടമല്ല എന്നുള്ള കാര്യം പലരും സ്വാഗത പ്രസംഗത്തിൽ പറയും. ഇദ്ദേഹവും പറഞ്ഞുകൊണ്ടിരിക്കും. അയാൾ പ്രശസ്തി ഇഷ്ടപ്പെടുന്ന ആളാണ്. നമ്മൾ ഏത് ഇഷ്ടപ്പെടുന്നുവോ അത് ഒളിപ്പിച്ച് വെച്ച് സംസാരിക്കുന്ന ശീലം നമുക്ക്
ഉണ്ട്. പുതിയ വീട് വെച്ചു. വലിയ സാമ്പത്തികമൊന്നും ഇല്ലായിരുന്നു. പുതിയ വീട് വെച്ചപ്പോൾ ആളുകൾ വന്നുകൊണ്ടു. വളരെ വലിയ വീട് വേണ്ട ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. കാരണം അത് അടിച്ചോടി തുടയ്ക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചെറിയ ആരെങ്കിലും ഇപ്പോൾ ചോദിച്ചോ വലിയ വീട് നിങ്ങൾ എന്താ വെക്കാത്തതെന്ന്? ആലോചിച്ച് നോക്കിയാൽ ഒരു ദിവസം വൈകുന്നേരം വരെയും ഒളിപ്പിച്ച് വെച്ച കാര്യം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആരും പോയി ചോദിച്ചിട്ടില്ല എന്തുകൊണ്ടാണ്. ഏത് കാര്യം എടുത്തിരുന്നാലും അകത്ത് ഒളിപ്പിച്ച് വെച്ച കാര്യം ഉണ്ട്. മകനെ കോളേജിൽ ചേർത്തിയോ? ചേർത്തി. ഏത് കോളേജിലാന്ന് ചോദിക്കില്ലേ? ഏത് കോളേജിൽ ചേർത്തിയാലും ഈ ചോദിച്ച ആൾക്ക് ഇപ്പോൾ ഒരു ഘടകമേ അല്ല, ഒരു കുശലം ചോദിക്കാൻ ചോദിച്ചാ ഇന്ന കോളേജിലാ. മെഡിക്കൽ കോളേജ് വേണ്ടാന്ന് അവനും അഭിപ്രായമുണ്ട്, എനിക്കും അഭിപ്രായമുണ്ട്. മെഡിസിൻ വേണ്ട, അതിന് പഠിക്കേണ്ട അഭിപ്രായം അവനുണ്ട്, എനിക്കുമുണ്ട്. ഈ വരിക്ക് ഇവിടെ യാതൊരു പ്രസക്തിയും ഇല്ല. ഒന്നുകൂടി പറഞ്ഞാൽ, കേൾക്കുന്ന ശ്രോതാക്കൾ ബുദ്ധിമാന്മാരാണെങ്കിൽ അവിടെ കിട്ടാൻ ശ്രമിച്ച് കിട്ടാത്തത് കൊണ്ട് പറയുകയാണ് എന്ന് തോന്നുന്നു. ഇത് എല്ലാ ഘടകങ്ങളിലും നമുക്ക് കാണാം. ആളുകൾ നമുക്കൊന്നേ നിർവാഹമുള്ളൂ, നമ്മൾ സംസാരിക്കുമ്പോൾ ഒളിപ്പിച്ച് വെച്ചതിനെ പറ്റിയൊന്നും മിണ്ടണ്ട. വലിയ അവാർഡൊക്കെ കിട്ടണമെന്ന് മോഹം ഉണ്ടാവുകയെ ഉള്ളിൽ. അതിന് പകരം അതൊന്നും വേണ്ടാച്ചു. അവാർഡിനൊന്നും ഞാൻ പോയിട്ടില്ല. വലിയ അവാർഡ് കിട്ടിയാൽ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. വളരെ സുന്ദരിയായിട്ട് നടക്കണം എന്ന് ആ സ്ത്രീക്ക് ആഗ്രഹമുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ കാണിക്കണം എന്ന് ഉള്ളിൽ ആഗ്രഹം ഉണ്ടായത് കൊണ്ടാണ് ഞാനത് വേണ്ടാന്ന് വെച്ചു. വീട്ടിൽ ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേര് വന്ന് കയറി. അവർ കാണുന്നത് കഞ്ഞി കുടിക്കുന്നതാ. കാര്യമായിട്ട് കൂട്ടാനൊന്നും അതിലില്ല, കഞ്ഞിയ. ഗോപാലകൃഷ്ണൻ പറഞ്ഞു കോഴി ബിരിയാണി വാങ്ങിക്കൊണ്ടിരാന്ന്. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. ഈ വരിയുടെ ആവശ്യമേ ഇല്ല. ഇയാൾ പതിവായിട്ട് കഞ്ഞി കുടിക്കുന്ന ആളാണ്. ഇത് ജീവിതത്തിൽ ഓരോ ഘടകത്തിലും പുരാണ കഥകൾ വായിക്കുമ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലാവും. ഉള്ളടക്കം, ഉള്ളിലിരിപ്പ്, ഇത് വ്യക്തം ആകും. അത് വ്യക്തമാക്കാൻ തയ്യാറില്ലാത്തവർ ഇങ്ങനൊരു വരിയേ പറയില്ല. ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങൾ നിന്നോളൂ, ഞങ്ങൾ ജയിപ്പിക്കാമെന്ന് മറ്റേ പാർട്ടിക്കാർ എന്നോട് പറഞ്ഞാൽ ഞാൻ പോയിട്ടില്ല. എനിക്ക് ഈ നിയമസഭയെ പോയിട്ടിരിക്കുന്നതൊന്നും ഇഷ്ടമല്ല. അത് പറയേ വേണ്ട. നിയമസഭയിൽ പോയിരിക്കുന്നതും മറ്റുള്ളവരുടെ വിമർശനം ഏറ്റുവാങ്ങാനും എനിക്കൊരു താല്പര്യമില്ല. ആളെ വർത്തമാനം പറയുകയേ വേണ്ട ഇല്ലാത്തവർ. എന്തിനാ ഇപ്പം പറഞ്ഞത്? തെരഞ്ഞെടുപ്പ് നിൽക്കാൻ വേണ്ടി എന്നോട് എല്ലാവരും പറഞ്ഞു ഞാൻ വേണ്ടാന്ന് വെച്ചതാണ് ഈ ലോകത്ത് സകലതും. ഇങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ട്. അത് ഞാൻ വേണ്ടാത്ത, അതിലേക്ക് തരാൻ പറഞ്ഞ ഞാൻ വേണ്ടായിരുന്നു. എന്തിനാണ്? ഈ കാരണം കൊണ്ട് നമ്മുടെ വാക്കുകൾ, ശരീര ചലനങ്ങൾ, ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുമ്പോൾ അകത്ത് ഒളിപ്പിച്ച് ആരുടെ കാര്യം എടുക്കൂ? അകത്ത് ഒളിപ്പിച്ച് വെച്ചൊരു കാര്യം ഉണ്ടാവും. കാര്യമില്ലെങ്കിൽ ഒന്നും വിടണ്ട. ഇന്നിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ കാരണം ഇതേ കിട്ടിയുള്ളൂ, ഒന്നും പറയണ്ട.
ഉള്ളിലെ മനസ്സിലിരിപ്പ് മനസ്സിനൊക്കെ തന്നെ ഒതുക്കി വെക്കുന്നത് നല്ലതല്ലേ എന്ന് ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംവദിക്കുന്നു. നമസ്കാരം.